ഇതൊരു നേർച്ചയുടെ ഭാഗമാണ് കേട്ടോ ഈ ചെയ്യണത് നമ്മൾ. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ദേവാലയത്തിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. എറണാകുളം സെൻട്രലിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ പടിഞ്ഞോട്ട് മാറി ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഗോശ്രീ പാലങ്ങൾ കയറി ഇറങ്ങി വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് കാണുന്നതാണ് കേട്ടോ ഈ പറഞ്ഞ ദേവാലയം. അതാണ് നാഷണൽ ഷ്രൈൻ ബസലിക്ക വല്ലാർപാടം പള്ളി എന്നാണ് ഇവിടത്തുകാരൊക്കെ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ നേരെ കാണുന്നത്, നമ്മൾ നേരെ ചെന്നെത്തുന്നത് പള്ളിയിലേക്കായിരിക്കും. അവിടെ ചെന്നിട്ട് നമുക്ക് എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്യാം. എല്ലാവർക്കും സുസ്വാഗതം. നമുക്കപ്പോൾ പള്ളിയുടെ അകത്തേക്ക് പോയിട്ട് അവിടുത്തെ ഒരുപാട് പ്രത്യേക വിശേഷങ്ങൾ തന്നെ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇത് എറണാകുളത്ത് വല്ലാർപാടം ദ്വീപിലാണ് കേട്ടോ ഈ ഒരു ദേവാലയം ഉള്ളത്. 1524 കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു ദേവാലയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. 1 കോടിയിലധികം ആളുകൾ ഓരോ വർഷവും വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ടതില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് കേട്ടോ പ്രവേശന കവാടം എന്ന് പറയുന്ന മോളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. മോളിൽ നിന്ന് കണ്ടപ്പോൾ 2 സൈഡിലും ഒരു സ്തൂപം പോലെ കണ്ടില്ലേ, ഇതാണ് കേട്ടോ. ഇവിടെ ഓരോ മരക്കുറ്റി പോലെയുള്ള ഒരു കോൺക്രീറ്റ് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്തൊക്കെ ബൈബിളിൻ്റെ ഓരോ ഭാഗങ്ങൾ ചെയ്തു വെച്ചിരിക്കുകയാണ് കേട്ടോ സ്റ്റാച്ചുവിന്. നല്ല രസമുണ്ട് കാണാനായിട്ട്. മാമോദീസ ഈശോയുടെ ആ സീന കാണിച്ചിട്ടുള്ള ഈ കവാടം ഇരുവശങ്ങളിലും ഉണ്ട് കേട്ടോ. ഇരുവശങ്ങളിലും കാർ പാർക്കിംഗ് ഉണ്ട്. കാർ പാർക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കയറി വരാനുള്ള വഴിയാണ് കേട്ടോ ആ ഒരു കവാടം. 2 വശങ്ങളിലുമായിട്ടുണ്ട് ഇതേപോലെ തന്നെ. ഇത് ഉണ്ണിയേശു പിറന്നതിൻ്റെ ആ ഒരു പുൽക്കൂടിൻ്റെ സെറ്റാണ് സംഭവം. 2004 കേന്ദ്ര സർക്കാർ ഈ ദേവാലയത്തെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രധാന നേർച്ചകളിലൊന്നാണ് കേട്ടോ ചോറൂണ്, വിദ്യാരംഭം, അടിമ സമർപ്പണം, പിന്നെ ഈ ബോട്ട് വഞ്ചിയൊക്കെ പുതിയതായിട്ട് വാങ്ങുമ്പോൾ അതിനൊക്കെയുള്ള ആശീർവാദം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള നേർച്ചകളാണ് കേട്ടോ ഇവിടെയുള്ളത്. പിന്നെ ചൂല് കൊണ്ട് അടിച്ചു തൂത്ത് ഇവിടെയൊക്കെ വൃത്തിയാക്കുന്ന ആ ഒരു നേർച്ച, അത് വളരെ പ്രത്യേകതയുള്ളതാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരുപാട് നേർച്ചകളും കാഴ്ചകളൊക്കെയാണ് ഇവിടെ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. നേർച്ചയുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ നേർച്ച ഇടണതാണ്. അപ്പം നമുക്ക് വന്നിട്ട് അതിങ്ങനെ തൂത്ത് കൊടുക്കാം. എല്ലാവരും ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യാൻ പോവാണ്. വാ പ്രാർത്ഥിച്ചിട്ട് വരാം, എന്നിട്ട് നേർച്ച. വിശ്വാസികൾ മുട്ടിലിഴഞ്ഞാണ് കേട്ടോ അൾത്താരയുടെ അങ്ങോട്ടേക്ക് എത്തുന്നത്. നോക്കിക്കേ, നേർച്ച. ചൂല അവിടെ വെച്ചേക്കണം നേർച്ചയുടെ. അവിടെ പോയി ചൂലെടുത്തോണ്ട് വന്നിട്ട് തൂത്തിട്ട് അവിടെ തന്നെ കൊണ്ടുവന്നു. മഴ വരാൻ പോണ്ടെന്ന് തോന്നണം. ചൂലെടുത്ത് തൂക്കാൻ ഇവിടെ ചവറൊന്നുമില്ല, എല്ലാം തൂത്ത് വൃത്തിയാക്കിട്ടേക്കണേ. ചവറ ഇവിടെ ഇല്ല. ഈ നേർച്ചയ്ക്ക് പിന്നിൽ ഇവിടെ വരുന്ന ഭക്തരുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഉള്ള മാലിന്യങ്ങളെല്ലാം നീക്കണമേ എന്ന ഒരു അപേക്ഷയോടെ പള്ളിയുടെ മുറ്റത്തും പരിസരത്തും ഒക്കെ അടിച്ചു വൃത്തിയാക്കുന്നതാണ് കേട്ടോ ഈ നേർച്ച എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കൈക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്യായികകളൊക്കെ വരുമ്പോൾ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ തൂത്തിടാവുന്ന നേർച്ച നേരാ, അപ്പോൾ പിന്നെ അതങ്ങ് മാറിപ്പോകുന്നു. പണ്ട് ഞാൻ കുഞ്ഞിലേക്ക് കേട്ടിട്ടുള്ളൊരു കഥയാട്ടോ. അങ്ങനെ ഒരു വിശ്വാസവും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നിൽ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് അടിമ സമർപ്പണം എന്ന് പറഞ്ഞിട്ടൊരു നേർച്ചയുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം, വന്നോളൂ. ചൂലുകൊണ്ട് തിരിച്ചിട്ട് ഇനി നമുക്ക് ചെരുപ്പൊക്കെ ഇടാം. അപ്പോൾ തൂത്തിടുന്ന നേർച്ച കഴിഞ്ഞു. ചെരുപ്പൊക്കെ ഇട്ടു. ചെരുപ്പിടാതെ വേണം അത് ചെയ്യാൻ. ചെരുപ്പൊക്കെ ഇട്ട് മഴ വരാനുള്ള ഒരു ലക്ഷണം കാണാൻ നല്ല മഴക്കാരുണ്ട്. മഴ വരാനുള്ള ലക്ഷണം കാണുന്നുണ്ട്. അപ്പം ഞാനിനി വേറെ കുറേ കാഴ്ചകളിലേക്ക് പോകും. ഈ അടിമ സമർപ്പണം എന്ന് പറയുന്ന ഈ നേർച്ചയ്ക്ക് പിന്നിൽ മീനാക്ഷി അമ്മ എന്ന് പറയുന്ന ഒരു നായർ സ്ത്രീയുടെ ജീവിതകഥ തന്നെയുണ്ട് കേട്ടോ. 1752 ഇവിടെ
ഒരു വഞ്ചി അപകടം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ആ സ്ത്രീയും അവരുടെ കൈക്കുഞ്ഞായിരുന്ന ഒരു മോനും കൂടി വെള്ളത്തിലേക്ക് വീഴുകയും 2 ദിവസത്തോളം വെള്ളത്തിൽ കിടക്കേണ്ടി വരുന്നൊരവസ്ഥ വരികയും പിന്നീട് അവർ രക്ഷ പ്രാപിക്കുകയും ചെയ്തു. അവർ മദർ മേരിയോടായിരുന്നു, ഇവിടുത്തെ ആരാധനാമൂർത്തിയായ മദർ മേരിയോടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് രക്ഷിക്കണമേ എന്ന്. അപ്പോൾ 2 ദിവസം വെള്ളത്തിനടിയിൽ കിടന്നിട്ട് അവർ രക്ഷപ്പെടുകയുണ്ടായി. പിന്നീട് അവരുടെ ജീവിതം ഇവിടെ ദാസന്മാരായി കഴിഞ്ഞോളാം എന്നുള്ള ഒരു നേർച്ചയിലൂടെ ആയിരുന്നു. അപ്പം ഇവിടെ വരുന്ന ഓരോ വിശ്വാസികളും ഇവിടെ വന്ന് അടിമസമർപ്പണം ചെയ്ത് ഇവിടുത്തെ ദാസന്മാരായി തീരുന്ന ആ ഒരു ചടങ്ങാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് നമുക്ക് റെസിപ്റ്റ് ഒന്നും എടുക്കേണ്ടതില്ല. ഇവിടുത്തെ വൈദികം വന്ന് നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ജാതിമത ഭേദമന്യേ ചെയ്യുന്നതാണ് കേട്ടോ അതൊക്കെ. ഇവിടെ ഏറ്റവും വലിയ ഒരു ഉത്തമ ഉദാഹരണമാണ് കേട്ടോ മതമൈത്രിയുടെ. അപ്പോൾ പിന്നീട് വർഷാവർഷം വന്ന് ഇവിടെ വന്നത് പുതുക്കേണ്ട ഒരു ചടങ്ങുണ്ട്. ഈ കാണുന്നത് ഈ ദേവാലയത്തിനകത്ത് നമ്മൾ ആരാധിക്കുന്ന ഒരു രൂപമാണ് കേട്ടോ. മദർ മേരിയുടെയും ജീസസിൻ്റെയും കൂടെ ആ മീനാക്ഷി എന്ന് പറയുന്ന സ്ത്രീയും കുഞ്ഞുമാണ് കേട്ടോ. അങ്ങനെ ഒരുമിച്ചിരിക്കുന്നൊരു കാഴ്ച അത് മതമൈത്രിയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കേട്ടോ കാണുന്നത്. ഇനി നമ്മൾ ഈ പള്ളിയുടെ ഈ കാണുന്ന 2 ടവറുകളില്ലേ, ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും. അതിന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ അത് ടിക്കറ്റ് എടുക്കുകയാണ്. ചെറിയ രൂപയുടെ ടിക്കറ്റാണ്, 5 രൂപ 10 രൂപ അങ്ങനെയൊക്കെയാണ്. ലിഫ്റ്റ് ഉണ്ട്, സ്റ്റെയർ ഉണ്ട്. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്കത് ചൂസ് ചെയ്യാം. അപ്പം ഞങ്ങൾ സ്റ്റെയർ വഴി പോകാമെന്ന് തീരുമാനിച്ചു. ഇതാണ് കേട്ടോ, 5 രൂപയാണ് നമുക്ക് സ്റ്റെപ്പ് വഴി കയറി പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിൽ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ലിഫ്റ്റിന് ചുറ്റിയാണ് സ്റ്റെയർ അല്ലേ? ഒരു മിനിറ്റ്. ആ ഹിസ്റ്ററി ആണ് കേട്ടോ ഇവിടെ പറയണ. ആ ലേഡി കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ട്. വല്ലാർപാടത്തമ്മയുടെ അടുത്ത് അഭയം ചോദിക്കണ ആ ഒരു ഇതാണ്. വെള്ളത്തിലൊന്ന് വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒഴുകിപ്പോയെന്ന് പറഞ്ഞില്ലേ, മീനാക്ഷി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കയ്യിലെ കൊച്ച് വല്ലാർപാടത്തമ്മയുടെ അടുത്ത് അഭയം പ്രാപിച്ചതാണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പള്ളിയുടെ ഏകദേശം മിഡിൽ ഹൈറ്റിലായിട്ടാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട് ഏത് പോയിന്റിലാണെന്നുള്ളത്. ഇതാ ഇവിടെ ഒരു മകുടം പോലെ നേരെ കാണുന്നില്ല, ഒരു ബാൽക്കണി പോലെ, ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. നല്ല ഹൈറ്റ് ഉണ്ടല്ലോ ഇത് ആക്ച്വലി. ഇനിയും കുറയില്ലേ മുകളിലേക്ക് കയറി. അപ്പം നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. ഈ ടവറിൻ്റെ ഏറ്റവും ടോപ്പ് 2 ടവർ പോലെ വെച്ചിട്ടുണ്ടല്ലോ ഡിസൈൻ പള്ളിക്ക്. അപ്പം അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഗ്ലാസ് ആണല്ലേ. ചെറിയ കാറ്റ് കയറുന്നുണ്ടല്ലേ ഗ്ലാസ്. ഇങ്ങനെ ഇട്ടൊക്കെ ഉണ്ടല്ലേ. ഇനി മുകളിലേക്ക് ഉണ്ടോ? ഇതിന് മുകളിലേക്ക് എന്തോ ഒരു ചെറുതുണ്ട്, നോക്കാം. ഇതാണ് ഏറ്റവും ആ മുകളിലുള്ള ആ മകുടം പോലുള്ള. മഴ വന്ന പണിയെടുത്ത് ഓടണ്ട്. ഇതാണ്ട് ഇതിൻ്റെ ഈ പള്ളിയുടെ ടോപ്പ് പീക്ക് എൻ്റെ ആ കുരിശ് വെച്ചിട്ടുള്ളത്. ഇത് ഇവിടെ നിന്നൊക്കെ കാണാൻ പറ്റുമല്ലോ. നമ്മുടെ എറണാകുളത്തെ ഏതൊക്കെ ഭാഗത്താണ് നമ്മുടെ ക്യൂൻസ് വാക്കയുടെ അവിടെയൊക്കെ നിന്നാൽ ഈ പള്ളിയുടെ ഈ കുരിശ് കാണാൻ പറ്റും, കറക്റ്റായിട്ട് കാണാൻ പറ്റും. അത്രയും ടോപ്പാണ് കേട്ടോ ഇത്. ഏറ്റവും ടോപ്പിലാണ് വന്നേക്കുന്നത്. പുറത്തേക്കുള്ള കാഴ്ച ഉണ്ടോ? അതൊക്കെ ചെമ്മീൻ കെട്ടൊക്കെയാന്ന് തോന്നുന്നല്ലേ. ബസ് റൂട്ടൊക്കെ കാണാം. ഇതാ കണ്ടെയ്നർ, നോക്കിയേ, കണ്ടെയ്നർ റോഡിൻ്റെ ഇവിടെ വന്നേ. കണ്ടെയ്നർ റോഡിൻ്റെ എല്ലാ വിഷ്വലും ഇവിടെ നിന്ന് കിട്ടും. കണ്ടെയ്നർ ടെർമിനൽസിൻ്റെ ഭാഗങ്ങൾ കംപ്ലീറ്റ് ഇവിടെ നിന്നുള്ള വിഷ്വൽ കിട്ടും. എത്ര ഹൈറ്റിലായത്. ഇത് ഇങ്ങനെ ഫ്രെയിം ചെയ്താൽ നന്നായില്ല, അല്ലെങ്കിൽ വല്ലവരൊക്കെ എന്തെങ്കിലും പറ്റിയ. ഈ ആരാധനാലയത്തിലെ മാതാവിൻ്റെ ചിത്രവും ഈ ആരാധനാലയവും ഒക്കെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി പോയതാണ് കേട്ടോ, നശിച്ചു പോയതായിരുന്നു. അത് 1676 സംഭവിച്ചതാണ്. അന്ന് കൊച്ചി രാജാവിൻ്റെ മന്ത്രിയായിരുന്ന രാമൻ പാലിയത്തച്ഛൻ്റെ കൈകളിലേക്ക് ഈ മാതാവിൻ്റെ ചിത്രങ്ങൾ കണ്ടുകിട്ടുകയും അദ്ദേഹം പള്ളി അധികാരികളെ അത് ഏൽപ്പിക്കുകയും തുടർന്ന് നമ്മുടെ വിശ്വാസികളുടെ അഭ്യർത്ഥന മാനിച്ച് പള്ളി പണിയുവാനുള്ള സ്ഥലവും സാമ്പത്തിക സഹായവും ഒക്കെ അദ്ദേഹം നൽകുകയുണ്ടായി. പിന്നീട് ഒരു കെടാവിളക്കും അദ്ദേഹം ഇവിടെ അർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നും പാലിയം കൊട്ടാരത്തിൽ നിന്ന് ആ വിളക്കിലേക്കുള്ള എണ്ണ കൊണ്ടുവരുന്നൊരു ചടങ്ങ് ഇപ്പോഴും മുടങ്ങാതെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചരിത്രവും യഥാർത്ഥ കഥകളും ഒക്കെയാണ് കേട്ടോ. കഥയല്ല, ജീവിതങ്ങളായിരുന്നു. ഇപ്പോഴും അത് ചരിത്രമായി മാറി. നമ്മൾ മോളിൽ നിന്നൊക്കെ പോന്നോട്ടോ. താഴത്തെ പ്രാർത്ഥനയൊക്കെ നടക്കാണ്. ഇനിയിപ്പോൾ നല്ല വോയിസ് ഓവർ ഉണ്ടായിരുന്നു.
ഇനി ഞങ്ങൾ മാലാഖയുടെ കൈകളിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ പോകട്ടോ. ഇവിടുത്തെ കിണറിൽ നിന്ന് നല്ല ദാഹിക്കുന്നുണ്ട്. മുകളിലൊക്കെ കയറി ഇറങ്ങിയൊക്കെ വന്നപ്പോൾ നന്നായിട്ട് ദാഹം തോന്നുന്നുണ്ട്. അത് ഭംഗിയാ. ഓക്കെ, കുറച്ച് ആഫ്രിക്കൻ കൈക്കൊട്ട് കൊത്തു കിട്ടോ, ചിലപ്പോ കൊത്തു കിട്ടോ. നമ്മളന്ന് അവിടെ പോയി കണ്ടില്ലേ, കക്കല്ലേ ചിലപ്പോ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ് കേട്ടോ. ഏകദേശം സമയം സന്ധ്യയായി വരുന്നു, മഴയ്ക്ക് വരുന്നു. അപ്പം നമുക്ക് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ഈ പ്രാർത്ഥന കേട്ടരുളണമേ.